നമസ്കാരം, എല്ലാവർക്കും സാപ്പിയൻസ് PSC സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCRT ആണ് പഠിക്കാൻ പോകുന്നത്. SCRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2 പാർട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ആദ്യത്തെ പാർട്ടിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ചില ചാപ്റ്ററുകളുണ്ട്. അതായത് വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചില ചാപ്റ്ററുകൾ. ആ ചാപ്റ്ററുകൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറയാനുള്ളത് 2ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്, ഭക്ഷണവും മനുഷ്യരും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വേണ്ടുന്ന കാര്യം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? റോമാക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, അറബികളുണ്ട്, പേർഷ്യക്കാരുണ്ട്, ജൂതരുണ്ട്. ഇത്രയുമാണ് അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്. റോമാക്കാരുണ്ട്, അറബികളുണ്ട്, ചൈനക്കാരുണ്ട്, പേർഷ്യക്കാരുണ്ട്, ജൂതരുണ്ട്. ഇവരുമായിട്ട് പ്രാചീന കാലം മുതൽ എവിടെ ഉണ്ട്? നമ്മുടെ നാടിന് വിദേശ രാജ്യങ്ങളുമായിട്ട് എന്തുണ്ടായിരുന്നു? സാധനങ്ങളുടെ കൈമാറ്റം, അതായത് കയറ്റുമതി ഇറക്കുമതി ഒക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ക്ലിയർ അല്ലേ? ആ ഒറ്റ പോയിന്റ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവാപ്പട്ട. അപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കുരുമുളക്, ഏലം, ഗ്രാമ്പു, ഇഞ്ചി, കറുവാപ്പട്ട. ഓക്കെ, ഇതിൽ വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറുത്ത പൊന്നെന്നറിയപ്പെട്ട കുരുമുളകായിരുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ കഥയൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ പഠിക്കണം. അപ്പോൾ ഈ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. വന്നത് നഷ്ടമായിരുന്നില്ല വാസ്കോഡ ഗാമയ്ക്ക്. അദ്ദേഹം വന്നതിന്റെ ചെലവിന്റെ 60 ഇരട്ടി സാധനവുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. ഇനി ആ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി കേരളത്തിലെ കാര്യം. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അപ്പൊ 2 പോയിന്റ്. മിശ്രഭോജനം നടത്തിയത് ആര്? സഹോദരൻ അയ്യപ്പൻ. എവിടെ? ചെറായി. അതെവിടെ? എറണാകുളം. എന്താണ് മിശ്രഭോജനം? അതാണ് ഇവിടെ പറഞ്ഞത്. സാമൂഹികമായ അസമത്വങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മിശ്രഭോജനം എന്ന് 1917 മെയ് 29. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിന് എതിരെയാണ് എന്ത് നടക്കുന്നത്? മിശ്രഭോജനം നടക്കുന്നത്. ഓക്കെ, മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്തും അത്രയും കാര്യം അവിടെ ഓർത്തോണം. പ്രധാനമായും മിശ്രഭോജനം എന്ന വർഷം അവിടെ ഓർത്തോണം. 1917 മെയ് 29 എറണാകുളത്തെ ചെറായി, സഹോദരൻ അയ്യപ്പൻ. ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത് പിന്നെ പഠിക്കാനായിട്ടുള്ളത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്തെ അമധ്യമായ സാമ്പത്തിക ചൂഷണം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു, അല്ലെ? ആ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. തൽഫലമായി നിരവധി പേർ മരണപ്പെട്ടു. ഭക്ഷ്യക്ഷാമത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണമാണല്ലോ. ഇതിനൊരു ഉദാഹരണം, അതായത് ഈ ഭക്ഷ്യക്ഷാമത്തിന് ഒരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. അപ്പൊ 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയുമായിരുന്നു. അപ്പം കൃഷിയെ ആശ്രയിച്ചായിരുന്നു കുടുംബങ്ങൾ ജീവിച്ചിരുന്നത്. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി നെൽകൃഷി വ്യാപകമായി നശിച്ചു. അപ്പൊ ബംഗാളിൽ എന്തുണ്ടായി? കൊടുങ്കാറ്റുണ്ടാവുന്നു. അവിടെ എന്ത് നശിക്കുന്നു? നെൽകൃഷി നശിക്കുന്നു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഇതിനെ തുടർന്ന് 30 ലക്ഷത്തോളം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. ഇതാണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം 1943.
അപ്പൊ അതവിടെ ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം. അതവിടെ ഓർത്തിരിക്കണം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നാൽ എഴുതണം. അതിനാണത് അടയാളപ്പെടുത്തിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നിലവിൽ വന്ന പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് ശരിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്തത് പറയുന്നത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തെ കുറിച്ചാണ്. 2013 ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. ഓക്കെ, അങ്ങനെ ഈ ലക്ഷ്യം പൊതു മുൻനിർത്തി ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ 2023 എന്ത് വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു UN? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 ഓർത്തു വെക്കുക. UNന്റെ നിർദ്ദേശപ്രകാരമാണിത്. എന്തിനാണ്? ചെറുധാന്യങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ പദ്ധതികൾ വന്നല്ലോ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഈ ചെറുധാന്യം എന്നുള്ളതാണ്. മില്ലറ്റ് എന്നാണ് ചെറുധാന്യം കേട്ടോ. ഏതൊക്കെയാണ് മില്ലറ്റ്? അതായത് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകൾ ഏതൊക്കെ? ജോവർ, റാഗി, വരക്, തിന ഇതൊക്കെ ചെറുധാന്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഇവിടെ നിങ്ങൾക്ക് പടങ്ങൾ കാണാം. ജോവർ, ബാർലി, റാഗി, വരക്, ബജ്റ, തിന ഇതൊക്കെയാണത് ചെറുധാന്യം. അപ്പൊ ചെറുധാന്യങ്ങൾ ഏതൊക്കെ എന്നും ചെറുധാന്യ വർഷം ഏതാണ് എന്നും നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ക്ലിയർ. നെക്സ്റ്റ്. അപ്പൊ ആ ഒരു ചാപ്റ്ററിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ അത്രയുമാണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പറയാനുള്ളത്. തൊഴിൽ വൈവിധ്യങ്ങൾ. തൊഴിൽ വൈവിധ്യങ്ങളിൽ എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം. സിമ്പിൾ ആണ്. ഇപ്പൊ വാർഷിക വരുമാനങ്ങളായി കണക്കാക്കാറുണ്ട് വ്യക്തികളുടെ വിമർശനം. ഓക്കെ, അതവിടെ ക്ലിയർ ആണ്. ചെറിയ പോയിന്റ് ആണ്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ കാർഷിക തൊഴിലുകൾ. അപ്പൊ എന്താണ് ഈ കാർഷിക തൊഴിലുകൾ? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇപ്പൊ കാർഷിക തൊഴിലുകളാണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നതാണ് കാർഷിക തൊഴിലുകൾ. ഓക്കെ ആണല്ലോ. പ്രകൃതി വിഭവ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നതാണ് കാർഷിക തൊഴിലുകൾ. അപ്പൊ ഈ കാർഷിക തൊഴിലുകൾ ഏതൊക്കെയാ? കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ്. ഈ കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമായിട്ട് ഏതൊക്കെ പറഞ്ഞു? കന്നുകാലി വളർത്തലും മത്സ്യകൃഷിയും പറഞ്ഞു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കറക്റ്റ് ആണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണിത്. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഇതോർത്തോണം. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കും. 2022-2023 എക്കണോമിക് റിവ്യൂ പ്രകാരമാണ് ഈ നോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% ആൾക്കാർ എന്ത് ചെയ്യുന്നു? കൃഷിയിലും അനുബന്ധ. അപ്പൊ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ 46.5% ആൾക്കാർ. അടുത്തത് കാർഷികേതര തൊഴിലുകൾ. ഇത് കാർഷിക തൊഴിലുകളിനെ പറഞ്ഞ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാ തൊഴിലുകളും കാർഷികേതര തൊഴിലാണ്. ഓക്കെ ആണല്ലോ. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്തതെല്ലാം കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർവഹിക്കുന്നു തൊഴിലുകൾ, വിവിധ സേവനങ്ങൾ കാർഷികേതര തൊഴിലുകൾ. അപ്പൊ അവിടെ എക്സാമ്പിൾസ് ആയിട്ട് വസ്ത്ര നിർമ്മാണം കാർഷികേതരമാണ്. കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ ഇതൊക്കെ എന്താണ്? കാർഷിക ഇതര തൊഴിലുകളാണെന്ന് ഓർത്തോണം. അപ്പൊ കാർഷിക തൊഴിലുകളുമായി കാർഷിക ഇതര തൊഴിലുകളുമായി. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ഇത്തിരി എളുപ്പമാണെന്ന് തോന്നും. കാരണം ഇത് 5ാം ക്ലാസ് ആണ് പഠിക്കുന്നത്. അത് ചാപ്റ്റർ 4 വസ്ത്രത്തിന്റെ നാൾവഴികൾ. ഈ ഒരു ഭാഗത്ത് ഇതാണ് പഠിക്കാനുള്ളത്. 2 കണ്ടുപിടുത്തങ്ങളാണ് ആദ്യം പറയാനുള്ളത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. അതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം സ്പിന്നിങ് ജെന്നിയെ കുറിച്ച്. അപ്പൊ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. അടുത്തത് പവർലൂം അഥവാ യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. പവർലൂം അഥവാ യന്ത്രത്തറി കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്.
രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. പവർലൂം അഥവാ യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ടറൈറ്റുമാണ്. ഓക്കെ, ആ രണ്ട് പോയിന്റ് ആണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്നാണ്. അത് 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ ഉള്ളവര് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ യൂറോപ്യന്മാരാണ്. ആര്? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര് എന്നിവർ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം കോളനിയായിട്ട് കൊണ്ടു നടന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. 1947 ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത്. നെക്സ്റ്റ്, വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. അപ്പൊ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ രണ്ട് രീതിയിലാണ്. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. എന്താണ് ഈ പ്രകൃതിദത്ത നാരുകൾ? അത് ജന്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ചെമ്മരിയാടിന്റെ കമ്പിളി, പട്ടുനൂൽ പുല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് പ്രകൃതിദത്ത നാരുകൾ. ഇപ്പൊ സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും എന്താണ്? പ്രകൃതിദത്ത നാരാണ്. എക്സാമ്പിൾ പരുത്തി, ചണം. ഓക്കെ, അപ്പൊ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാര്. കൃത്രിമ നാരുകൾ എന്ന് പറയുമ്പോൾ എന്താ? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെന്താണ്? ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? കൃത്രിമ നാരുപയോഗിച്ചുകൊണ്ടുള്ള തുണിത്തരങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അവയ്ക്ക് പുറമെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളി ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചോണം. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ്. കേട്ടല്ലോ? പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ്. അതവിടെ നമ്മൾ മറന്നുപോലെ. ശരി, അടുത്ത പോയിന്റിലേക്ക്. നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു പറയാനുള്ളത് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായും പറയാനുള്ളത്. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7-നാണ് ആരംഭിക്കുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 7-ന് വേറൊരു പ്രത്യേകതയുണ്ട്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തത്, ഓഗസ്റ്റ് 7-നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ആചരിക്കുന്നു. 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായി ഓഗസ്റ്റ് 7 ആചരിക്കുന്നത്. ഇനി ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അവിടെ ഓർത്തു വെക്കണം. അത്രയും പോയിന്റ്. ശരി, 5ാമത്തെ ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഇനി വരയ്ക്കാൻ പഠിക്കാം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ചാപ്റ്റർ ആണ് 5. അപ്പൊ ഇവിടെ ഭൂമധ്യരേഖയെ കുറിച്ച് പറയുന്നു. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ ഈ നടുക്കൂടെ പോയേക്കുന്നത് ഇതാണ് ചുവപ്പ് നിറം. കണ്ടോ? ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് ചുവപ്പ്. ഇതാണ് എന്ത്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ. ഓക്കെ, ഈ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കുന്നു. മുകളിലത്തെ അർദ്ധഗോളത്തെ നമുക്ക് എന്ത് വിളിക്കാം? മുകളിലത്തെ അർദ്ധഗോളവും താഴത്തെ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും എന്ന് 2ആയി തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്കും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന രേഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്ഷാംശ രേഖകൾ. അപ്പൊ മുകളിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ പോകുന്ന ഒരു കണ്ടിന്യൂസ് ഉണ്ടായി. ഞാൻ ഇച്ചിരി വരയ്ക്കുന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പോകുന്നതാണ് എന്ത്? താഴെ ഉണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി പോകുന്ന രേഖകളാണ് എന്ത്? അക്ഷാംശ രേഖകൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഭൂമധ്യരേഖയ്ക്ക് ലംബമായി പോകുന്നവയുണ്ട്. ഇങ്ങനെ കണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഇതാണെന്ത്? രേഖാംശ രേഖകൾ. അപ്പൊ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമായി ഇത് സാങ്കല്പിക രേഖകളാണ്. എന്തിനാ ഈ സാങ്കല്പിക രേഖകൾ കണ്ടെത്തുന്നത്? ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന്. സാങ്കല്പിക രേഖകളാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനായിട്ടുള്ള ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനായിട്ടുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. അതോടെ ക്ലിയർ ആണല്ലോ. അടുത്ത ഗ്ലോബ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്ലോബ് എന്ന് പറയുമ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അതെല്ലാവർക്കും അറിയാം. ഇതിനെ നേരെ എന്ത് ചെയ്യുക? ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്ത് കഴിഞ്ഞാൽ അതെന്താവും? ഭൂപടമായിട്ട് മാറും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത കാർട്ടോഗ്രഫി എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് കാർട്ടോഗ്രഫി? ഭൂപടങ്ങൾ എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഭൂപടശാസ്ത്രം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. അങ്ങനെ തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ഒരു കേന്ദ്ര സർക്കാർ ഏജൻസി ഉണ്ട്. അതാണ് സർവേ ഓഫ് ഇന്ത്യ.
അപ്പൊ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയുടെ പേരാണ് സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ ആണ്, ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്. അപ്പൊ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ. അതെവിടെ? ഉത്തരാഖണ്ഡ്. പിന്നെ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതാണ് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഈ പടം ഒന്ന് നോക്കി വെച്ചോ. ഇപ്പൊ വടക്കേറ്റം എന്ന് പറയുമ്പോൾ അവിടെ ലഡാക്ക് ഉണ്ട് അല്ലെ. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വടക്കേറ്റം. പിന്നെ അയൽ രാജ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ ബംഗാൾ ഉൾക്കടൽ, ഇവിടെ അറബിക്കടൽ, ഇവിടെ മ്യാൻമർ ആണ്, ഭൂട്ടാൻ ഉണ്ട്, ഇവിടെ ബംഗ്ലാദേശ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെച്ചോണം. ഈ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ചേരുന്ന ഇവിടാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഉത്തർപ്രദേശിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. അതാണത്, എവിടെയാണ് ഉത്തർപ്രദേശ്? കണ്ടല്ലോ. അപ്പൊ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തർപ്രദേശ്, കറക്റ്റ് ആണ്. അടുത്തത്, എന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കാണിച്ചു തരാം. ഉത്തർപ്രദേശിന്റെ അതിർത്തിയിലാണത്, കണ്ടല്ലോ, നേപ്പാൾ. ഉത്തർപ്രദേശിന്റെ അതിർത്തിയിൽ നേപ്പാൾ ഉണ്ട്, ശരിയാണ്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ അതിർത്തി ഞാൻ പങ്കിടുന്നുണ്ട്. 8 സംസ്ഥാനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഉത്തർപ്രദേശ് ഇവിടെയാണ്. ഉത്തർപ്രദേശ് 1, 2, 2, 3, 4, 5, സോറി, 1, 2, 3, 4, 5, 6, 7, 8. 8 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഉത്തർപ്രദേശ്, അതും ശരിയാണ്. അടുത്തത്, ഞാൻ പങ്കിടുന്നത് കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശ് ആണ്. എന്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. കഥക് ഉത്തർപ്രദേശിലെ ഒരു നൃത്തകലയാണ്. എന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അലഹബാദിന്റെ പേര് മാറ്റി പ്രയാഗ് രാജ് എന്നാക്കിയായിരുന്നു, നമ്മൾ അറിഞ്ഞായിരുന്നു അല്ലെ. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് അല്ലെ. അപ്പൊ അതോടെ ഓർത്തോണല്ലോ. കാൺപൂർ, കാൺപൂർ അല്ലെ. ലക്നൗ, ലക്നൗ ഏത് നദിയുടെ തീരത്താണ്? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗോമതിയുടെ തീരത്താണ്. ലക്നൗ ഗോമതിയുടെ തീരത്താണ്. ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. ഓക്കെ. അശോക സ്തംഭത്തിലുള്ള സാരാനാഥ് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അതോടെ ഓർത്തോണം. നെക്സ്റ്റ്, പിന്നെയും വാസ്കോഡ ഗാമയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖം 4 പായ്ക്കപ്പലുകളിലായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ കൊണ്ടാണ് വാസ്കോഡ ഗാമ വരുന്നത്. 4 പായ്ക്കപ്പലുകളിനകത്താണ് വാസ്കോഡ ഗാമ വരുന്നത്. അഭിനന്ദ വാസ്കോഡ ഗാമ വന്ന കപ്പലിന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സെന്റ് ഗബ്രിയേൽ. എന്താണ് അല്ലെ? ആ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ, സെന്റ് ഗബ്രിയേൽ എന്നിങ്ങനെ 3 കപ്പലിന് പേരുണ്ട്. ഒരു കപ്പലിന്റെ പേരവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 4 കപ്പലുണ്ടായിരുന്നു. യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്കും കിഴക്കോട്ടും യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് എത്തി. നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് യാത്ര തിരിച്ച് എവിടെ എത്തി? ആ, തെക്കേ അറ്റത്ത്, ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് എത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തെത്തി. എന്തായി? വാസ്കോഡഗാമ എന്ത് ചെയ്തു? ഇവിടുന്ന് സഞ്ചരിച്ച് ആഫ്രിക്കയുടെ കിഴക്ക് അല്ലെ, കിഴക്കൻ ഭാഗത്തോട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തെത്തി. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടു കൂടി 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള കോഴിക്കോടിനടുത്ത് കാപ്പാട് എത്തിച്ചേർന്നു. അപ്പൊ ഏത് കാറ്റിന്റെ സഹായത്തോടെ? മൺസൂൺ കാറ്റിന്റെ സഹായത്തോടു കൂടി 1498 മെയ് മാസം 20-ാം തീയതി എവിടെ എത്തി? കാപ്പാടെത്തി ചേർന്നു. കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം അവിടെ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ്, അപ്പൊ വാസ്കോഡ ഗാമയുടെ യാത്ര, ഐതിഹാസികമായ യാത്രയുടെ ചിത്രീകരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ജനങ്ങൾ ജനങ്ങളാൽ. അപ്പൊ അവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളൂ. അവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപ്രദേശത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ.
നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഓക്കെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, ഇനി രണ്ട് കോട്സ്. എബ്രഹാം ലിങ്കൺ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്നതാണ് ജനാധിപത്യം. ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഒന്നുകൂടെ പറയാം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്. അടുത്തത്, ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം, അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ്. അടുത്ത പോയിന്റ്, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പം ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ്? ഗ്രീസിലാണ്, ഏതൻസിലാണ്. എന്നാൽ പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല. ആശയം മാത്രമേ ഉദിച്ചു വന്നിട്ടുള്ളൂ കേട്ടോ. ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിലവിലുള്ള ആധുനിക ജനാധിപത്യ രീതി, ആ തുടക്കം എവിടെ? UK ഭാഗമായ ഇംഗ്ലണ്ടിലാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. അവിടെ തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ ആശയങ്ങൾ ഇംഗ്ലണ്ടിലാണ് രൂപം കൊണ്ടത്. എന്തൊക്കെയാ? തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ്, ഈ മൂന്ന് ആശയം എവിടുന്ന? ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോക്രസി എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് ജനങ്ങൾ എന്നും ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപം. ഓക്കെ, അതും സെറ്റാണ്. അടുത്ത പോയിന്റിലേക്ക്. ഇനി എന്താണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നു? ഇനി എന്താണ് പ്രത്യക്ഷ പരോക്ഷ ജനാധിപത്യം എന്നൊക്കെ പറയുന്നു, നോക്കാം. ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഓക്കെ, ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. അപ്പം ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരസഭകളിൽ ഇവ വാർഡ് സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വായിച്ചാൽ മനസ്സിലാവാനേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അവിടെ. നെക്സ്റ്റ്, പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. നേരിട്ട് ഭരിക്കുന്നതിലേക്ക് പങ്കാളികളാവുന്നു ജനങ്ങൾ, അങ്ങനെയുള്ളതാണ് ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ സ്ഥലങ്ങളിൽ എന്ത് സാധ്യമാവും? പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാവും. പക്ഷെ ഇന്ത്യയിൽ പോലുള്ള ഭൂവിസ്തൃതി കൂടിയ, ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യമല്ല, പരോക്ഷ ജനാധിപത്യമാണെന്നുള്ള കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി കേരള നിയമസഭയെ കുറിച്ചാണ് ഇവിടെ ഉള്ളത്. കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ്. തിരുവനന്തപുരത്താണ്, അറിയാം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ അത് ഓർക്കണം, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായതെന്ന് 1888. 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ. അപ്പൊ ശ്രീമൂലം പ്രജാസഭ എന്ന 1904. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ക്ലിയർ ആണല്ലോ. 1888 എന്താണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1904 ശ്രീമൂലം പ്രജാസഭ. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അതിനുശേഷമാണ്, അത് കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27. കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം എന്ന് 1957 ഏപ്രിൽ 27. അതുകൊണ്ട് ഏപ്രിൽ 27 നിയമസഭാ ദിനം. ഏപ്രിൽ 27. അടുത്തത് പരോക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് പരോക്ഷ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന രീതി. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനവിസ്തൃതിയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ
പ്രായോഗികമാണ്. ഏത്? പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ഇനി അടുത്തത് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ. ഇത് ഞാൻ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യം. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ അത് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി ന്യായ വ്യവസ്ഥ അത് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ജനാധിപത്യ സംവിധാനങ്ങൾ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അതവിടെ ഓർത്തോണം, പരമമായ അധികാരം ജനങ്ങൾക്കാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. നെക്സ്റ്റ്, സാർവത്രിക വോട്ടവകാശം. ഇപ്പൊ 18 വയസ്സാണ് സാർവത്രിക വോട്ടവകാശമായിട്ട് പറയുന്നത്. നേരത്തെ ഇത് 21 വയസ്സായിരുന്നു. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. ഇപ്പൊ അതെത്രാണ്? 18 വയസ്സാണ്. യാതൊരു വിവേചനവുമില്ല. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അടുത്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളിൽ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്തൊക്കെയാണ്? രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയും ഈ പദവികളിലേക്ക്, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ആരുടെ ചുമതല? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് 3 അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി.